ഓൾ വെൽക്കം ബാക്ക് ടു K2CSC. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഗ്ലോബൽ സ്റ്റേറ്റ് ഓഫ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്താണെന്നാണ്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് 10 പോയിൻറ്റ്സേ ഉള്ളൂ. സോ സിമ്പിളാണ്. ഇപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ലോക്കൽ സ്റ്റേറ്റ് ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ്. അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ കമ്പോണൻറ്റുകളുടെ ലോക്കൽ സ്റ്റേറ്റിൻ്റെ കളക്ഷനാണ് ഗ്ലോബൽ സ്റ്റേറ്റ്. അതായത് ഒരുപാട് ലോക്കൽ സ്റ്റേറ്റുകൾ ചേരുമ്പോഴാണ് ഗ്ലോബൽ സ്റ്റേറ്റ് ഉണ്ടാകുന്നത്. പക്ഷെ ആരുടെ ലോക്കൽ സ്റ്റേറ്റാണ് പറഞ്ഞ കമ്പോണൻറ്റുകളുടെ. ഈ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദ പ്രോസസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ആർ ദ കമ്പോണൻറ്റ്സ്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലുള്ള പ്രോസസ്സും ആ പ്രോസസ്സുകളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ചാനലുകളെയുമാണ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പോയിൻ്റ് ക്ലിയർ ആയല്ലോ. ലോക്കൽ സ്റ്റേറ്റിൻ്റെ കമ്പോണൻസിൻ്റെ ലോക്കൽ സ്റ്റേറ്റുകളുടെ കളക്ഷനാണ് ഗ്ലോബൽ സ്റ്റേറ്റ്. കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ചാനലും. ഇനി എന്താ പറയുന്നത്? ദ സ്റ്റേറ്റ് ഓഫ് പ്രോസസ് അറ്റ് എനി ടൈം ഈസ് ഡിഫൈൻഡ് ബൈ ദ കണ്ടൻറ്റ് ഓഫ് ദ രജിസ്റ്റർ സ്റ്റേറ്റ്സ് ലോക്കൽ മെമ്മറി. എന്താണ്? അതായത് നമ്മൾ ഒരു പ്രോസസ്സിൻ്റെ സ്റ്റേറ്റുകൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ ഒരുപാട് പ്രോസസ്സ് ഉണ്ടല്ലോ. P1, P2, PN, അങ്ങനെ PNth വരെയുള്ള പ്രോസസ്സുകളാണ്. ഈ പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുന്നത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ്. ഈ രജിസ്റ്റർ എന്താണെന്നറിയാമല്ലോ. നമ്മൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് രജിസ്റ്റർ. അപ്പോൾ ആ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ്, പിന്നെന്താ അവിടുത്തെ സ്റ്റാക്കുകൾ, സ്റ്റേറ്റിലെ സ്റ്റാക്സ് ആണ്. അവിടുത്തെ സ്റ്റാക്സും എന്താ സ്റ്റോറേജിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലോക്കൽ മെമ്മറി. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഓരോ പ്രോസസ്സിൻ്റെ സ്റ്റേറ്റും എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. ദ സ്റ്റേറ്റ് ഓഫ് ദി പ്രോസസ് അറ്റ് എനി ടൈം, ഏതൊരു സമയത്തെയും പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ദ കണ്ടൻറ്റ് ഓഫ് ദി രജിസ്റ്റർ, അവിടെയുള്ള രജിസ്റ്റേഴ്സിൻ്റെ കണ്ടൻറ്റ്, അതുപോലെ സ്റ്റാക്സ്, പിന്നെ ലോക്കൽ മെമ്മറി. അപ്പോൾ ഈ 3 പോയിൻ്റ് ക്ലിയർ ആയല്ലോ. ഇനി 4ാമത്തെ പോയിൻ്റ് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ ഡിപ്പെൻഡ്സ് ടു ദ ലോക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ. അതുമാത്രമല്ല, ഒരു പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് എന്തിനേയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ലോക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ ആ ഒരു പ്രത്യേക ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഒരുപാട് മേഖലയിൽ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ ആപ്ലിക്കേഷൻസിൽ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു പ്രത്യേക ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നതിനെ അതിൻ്റെ ഒരു ക്രൈറ്റീരിയൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൻ്റെ ലോക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് പ്രത്യേക ആപ്ലിക്കേഷനാണോ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്, ആ ഒരു കോണ്ടെക്സ്റ്റിനെയും കൂടെ ബേസ് ചെയ്തിട്ടിരിക്കും. ഈ 4 പോയിൻറ്റ്സ് ക്ലിയർ ആയല്ലോ. ഇനി 5ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 6ാമത്തെ പോയിൻ്റാണ്. ഇഫ് എനി ഈവൻറ്റ് ഒക്കെ ദ സ്റ്റേറ്റ് ഓഫ് ദി ചാനൽ വിൽ ചേഞ്ച്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഏതെങ്കിലും ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുമ്പം ആ ചാനലിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആവും. നമ്മൾ 3 സ്റ്റേറ്റൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ട്. സെൻഡിങ് ഇവൻറ്റ്, റിസീവിങ് ഇവൻറ്റ്, ഇൻറ്റേർണൽ ഇവൻറ്റ്. അപ്പോൾ ആ കാര്യം ഒന്നുകൂടെ പറയുവാണ്. എന്താണ്? ഏതെങ്കിലും ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുമ്പം ആ ചാനലിൻ്റെ സ്റ്റേറ്റും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഓക്കെ. ഇനി 6ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ചാനൽ സ്റ്റേറ്റ് എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ദ സ്റ്റേറ്റ് ഓഫ് എ ചാനൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റേറ്റ് ഓഫ് ദ പ്രോസസ് ഇറ്റ്സ് കണക്ട്. എന്താണ്? ഒരു ചാനലിൻ്റെ സ്റ്റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് പ്രോസസ്സിനെയാണോ ചാനൽ കണക്ട് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ P1 എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്, P2 എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്. സപ്പോസ് ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ചാനലാണ് C എങ്കിൽ ഈ ചാനലിൻ്റെ സ്റ്റേറ്റ് എന്തിനെ, അതായത് ഈ സിയുടെ സ്റ്റേറ്റിന് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ P1നെയും P2നെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി ഒരു റെപ്രസെൻറ്റേഷൻ പറയാൻ വേണ്ടി പോവുകയാണ്. നോക്കിക്കോണേ. സപ്പോസ് ദെയർ ആർ 2 പ്രോസസ് I ആൻഡ് J. സപ്പോസ് 2 പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ഐയും ജെയും. അതായത് PIയും PJയും പോരാ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രോസസ്സാണ് ഐയും ജെയും. ഓക്കെ, P ഡിനോട്ട്സ് പ്രോസസ്, C ഈസ് ദ ചാനൽ കണക്റ്റിംഗ് ഇറ്റ് ആൻഡ് S ഈസ് ദ സ്റ്റേറ്റ്. അപ്പോൾ നോക്കിക്കോണേ, ഐയും ജെയും എന്ന് പറയുന്ന 2 പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സിനെ കണക്ട് ചെയ്യുന്ന ചാനലാണ് C. ആ ചാനലിൻ്റെ സ്റ്റേറ്റാണ് S. ഓക്കെ, എക്സ് ആൻഡ് വൈ ബി ദ ഈവൻറ്റ്സ്. അപ്പോൾ ഐയുടെ ഇവൻറ്റ് എക്സും ജെയുടെ ഇവൻ്റ് എന്ന് പറയുന്നത് വൈയും ആണ്. എങ്കിൽ നമ്മൾ ആ ചാനലിൻ്റെ സ്റ്റേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് സ്റ്റേറ്റ് ഓഫ് ചാനൽ വിത്ത് പ്രോസസ് I, J ആൻഡ് ഇവൻറ്റ് XY. നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലേ. ഇവൻ്റൊക്കെ പവറായിട്ടാണ് എഴുതുന്നത്, അതാണ് എഴുതിയിരിക്കുന്നത്. ഈ സിമ്പിൾ റെപ്രസെൻറ്റേഷൻ മനസ്സിലായല്ലോ. ഇനി ഈ സ്റ്റേറ്റ് ഓഫ് ദ ചാനൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് MIJ, അതായത് പ്രോസസ് ഐയിലും ജെയിലും കൂടെ സെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിലൂടെ ട്രാൻസ്ഫർ ആവുന്ന മെസ്സേജ്, അതാണ് MIJ.
അപ്പോൾ എം ഐ ജെ എന്ന് പറയുമ്പോൾ എന്തരായിരിക്കും? സെൻഡ് ഓഫ് എം ഓഫ് ഐ ജെ, അതായത് പ്രോസസ്സ് ഐയുടെയും ജെയിലും കൂടെ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, എന്ന് വെച്ചാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇവൻറ്റ് ഓഫ് ഐ റേസ് ടു എക്സ്, അതായത് എക്സ്ത് ഇവൻറ്റിലും പ്രോസസ് ഐയുടെ എക്സ്ത് ഇവൻറ്റും ആൻഡ് റിസീവ് ഓഫ് മെസ്സേജ് ഓഫ് ഐ കോമ ഐ ജെ എന്താണ്? നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ നോട്ടാന്ന് വെച്ചാൽ ഇൻക്ലൂഡഡ് അല്ല. ഇ റേസ് ടു, ഇതെന്താ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ താഴെ എഴുതാം, ഇ റേസ് ടു വൈ ജെ, അതാ പറയുന്നത്. അതായത് ഇത് ഒരു എക്സ്പ്രഷനാണ്, നിങ്ങൾ കാണാതെ അടിച്ചോണം കേട്ടോ. ഇതെന്താന്ന് വെച്ചാലേ നമ്മുടെ ഐയും ജെയും കൂടെ ഐയിലും ജെയിലും കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന മെസ്സേജ് ചാനൽ വഴി, അതാണ് എം ഐ ജെ എന്ന് പറയുന്നത്. എന്താണ്? സെൻഡ് ഓഫ് എം ഐ ജെ ആണ്, അതായത് ഐയിൽ നിന്ന് ജെയിലോട്ട് സെൻഡ് ചെയ്യുന്ന മെസ്സേജാണ്. അതെന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഇവൻറ്റ് ഓഫ് ഐത്ത് പ്രോസസ്സ് ഐ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ എക്സ്ത് ഇവൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിസീവ് ഓഫ് എം ഐ ജെ, അതുപോലെ എന്താ പറയുന്നത്? ഐയിൽ നിന്ന് ജെയിലോട്ട് പോകുന്ന മെസ്സേജിനെയും റിസീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നോട്ട് ഇൻക്ലൂഡഡ് ദ ഇവൻറ്റ് ഓഫ് ജേത്ത് പ്രോസസ് വൈത്ത് ഇവൻറ്റ്, അതായത് ജേത്ത് പ്രോസസ്സിൻ്റെ വൈത്ത് ഇവൻറ്റ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങളൊന്ന് കാണാതെ പഠിച്ചോണം. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ 2-3 വട്ടം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് നമുക്ക് മെമ്മറൈസ് ആവും. ഇനി 7ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നോർമലി എ ഗ്ലോബൽ സ്റ്റേറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ജി എസ്. ഒരു ഗ്ലോബൽ സ്റ്റേറ്റിനെ നോർമലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ജി എസ് ആണ്. അപ്പോൾ ഗ്ലോബൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? നമ്മുടെ കമ്പോണൻറ്റുകൾ, ലോക്കൽ സ്റ്റേറ്റ് ഓഫ് ദ കമ്പോണൻസിൻ്റെ കളക്ഷനാണ്. കമ്പോണൻറ്റുകളുടെ ലോക്കൽ സ്റ്റേറ്റുകളുടെ കണക്ഷനാണ്. അപ്പം അതാ എഴുതിയേക്കുന്നത് UILSI-X എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് ലോക്കൽ സ്റ്റേറ്റ് ഓഫ് ഐ എന്താണ്? പ്രോസസ് ഐയുടെ എക്സ്ത് കമ്പോണൻറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. UILXI എന്ന് പറഞ്ഞാൽ ലോക്കൽ സ്റ്റേറ്റാണ്, LS ഐ എന്ന് പറഞ്ഞാൽ പ്രോസസ്സ്, എക്സ് എന്ന് പറഞ്ഞാൽ ഈവൻറ്റ്, അതിൻ്റെ യൂണിയൻ, അതായത് ലോക്കൽ സ്റ്റേറ്റുകളുടെ യൂണിയൻ, UJKSCJK⁻Y .ZK എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ചാനലുകളുടെ യൂണിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിയൻ ഓഫ് പ്രോസസ് ജെയുടെ K×SCJK എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇതെന്ന് പറയുന്ന ചാനൽ സ്റ്റേറ്റ് ആണ് ഈ സംഭവം. ഓക്കെ, .ZK, അതായത് ഇപ്പം ജെയും ഇസഡും എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ആ പ്രോസസ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ ചാനലിൻ്റെ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് ഈ ഒരു എക്സ്പ്രഷൻ. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് നേരം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മെമ്മറൈസ് ചെയ്യും. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. ഗ്ലോബൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലോക്കൽ സ്റ്റേറ്റുകളുടെ യൂണിയനും അതുപോലെ കമ്മ്യൂണിക്കേഷൻ ചാനലിൻ്റെ യൂണിയനും എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ചാനലിനെ കണക്ട് ചെയ്യുന്ന പ്രോസസ്സ് ജെയും ഇസഡും ആണെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ് നോക്കാവേ. 8th പോയിന്റ് ആണ്, എ ഗ്ലോബൽ സ്റ്റേറ്റ് ഷുഡ് ബി മീനിങ് ഫുൾ ഇഫ് വി ഏബിൾ ടു റെക്കോർഡ് ഓൾ ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ്. ഒരു ഗ്ലോബൽ സ്റ്റേറ്റ് എന്താ? മീനിങ് ഫുൾ ആവണമെങ്കിൽ എല്ലാ കമ്പോണൻറ്റിനെയും റെക്കോർഡ് ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ എല്ലാ കമ്പോണൻറ്റിനെയും ഗ്ലോബൽ സ്റ്റേറ്റ് നമുക്ക് ഉൾപ്പെടുത്തണം. അവിടെയാണ് യൂണിയൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്, നേരത്തെ പറഞ്ഞു. ഫോർ അച്ചീവ് ദിസ് ദ ഗ്ലോബൽ സ്റ്റേറ്റ് മസ്റ്റ് ബി സിങ്ക്രണൈസ്ഡ്. അത് അച്ചീവ്ഡ് ആവണമെങ്കിൽ നമ്മുടെ ഗ്ലോബൽ ക്ലോക്ക് എന്ന് പറയുന്ന സാധനം സിങ്ക്രണൈസ് ആവണം. സിങ്ക്രണൈസിങ് എന്താണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, സിമ്പിളാണ്. ഇനി 10ാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ആണേ. എന്താണ് കൺസിസ്റ്റൻറ്റ് ഗ്ലോബൽ സ്റ്റേറ്റ് എന്നാണ്. എ കൺസിസ്റ്റൻറ്റ് ഗ്ലോബൽ സ്റ്റേറ്റ്, ദ സ്റ്റേറ്റ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ് ഇസ് നോട്ട് റെക്കോർഡഡ് അറ്റ് ദ സെയിം ഇൻസ്റ്റൻറ്റ്. എന്താണ്? നമ്മുടെ ഗ്ലോബൽ സ്റ്റേറ്റിലെ എല്ലാ കമ്പോണൻസിൻ്റെ സ്റ്റേറ്റും അറ്റ് എ ടൈം എന്ത് ചെയ്യത്തില്ല? റെക്കോർഡ് ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പോണൻസിൻ്റെ ലോക്കൽ സ്റ്റേറ്റും അറ്റ് എ ടൈം എന്ത് ചെയ്യത്തില്ല? ക്യാപ്ചർ ചെയ്യത്തില്ല. എ സ്റ്റേറ്റ് വിൽ ബി മീനിങ് ഫുൾ വെൻ ദ എവറി മെസ്സേജ് ദാറ്റ് ഈസ് റെക്കോർഡഡ് ആസ് റിസീവ്ഡ് ഈസ് ഓൾസോ റെക്കോർഡഡ് ആസ് സെൻറ്റ്. ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആവണമെങ്കിൽ, ഇപ്പോൾ മീനിങ് ഫുൾ ആവണമെങ്കിൽ ഇപ്പോൾ ഐയും ജെ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. ഐന്ന് ജെയിലോട്ട് ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു. അപ്പോൾ എത്ര മെസ്സേജ് റിസീവ് ചെയ്തെന്ന് പറഞ്ഞ് അവിടെ റെക്കോർഡ് ചെയ്ത് വച്ചോ, അത്രയും മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം
എന്താ ഒരു സ്റ്റേറ്റ് മീനിങ് ഫുള്ളാണെന്ന് പറയാൻ പറ്റും. അതായത് ഇവിടെ ജെയിൽ 50 മെസ്സേജ് റിസീവ് ചെയ്തു എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. അന്നേരം നമുക്ക് എന്തും പറയാൻ പറ്റണം, 50 മെസ്സേജ് എന്താ ഇവിടെ നിന്ന് തന്നെ സെൻഡ് ചെയ്തതാണ് എങ്കിൽ മാത്രമേ അത് മീനിങ് ഫുൾ എന്ന് പറയാൻ പറ്റൂ. അതാ പറയുന്നത് ഈ സ്റ്റേറ്റ് വിൽ ബി മീനിങ് ഫുൾ വെൻ ദി എവറി മെസ്സേജസ് ദാറ്റ് ഈസ് റെക്കോർഡഡ് ആസ് റിസീവ്ഡ്. എത്ര മെസ്സേജ് റിസീവ് ചെയ്തു എന്ന് പറയുന്ന റെക്കോർഡ് ചെയ്ത് വച്ചോ ഇസ് ഓൾസോ റെക്കോർഡഡ് ആസ് സെൻഡ്. അത്രയും സെൻഡ് ചെയ്തു എന്നും കൂടെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മാത്രമേ എന്താവത്തുള്ളൂ, ഒരു സ്റ്റേറ്റ് മീനിങ് ഫുൾ ആവത്തുള്ളൂ. ഇനി എന്താ പറയുന്നത്, ഇറ്റ് ഡസ് നോട്ട് വയലേറ്റ് ദ കാഷ്വാലിറ്റി. നമ്മൾ കാഷ്വാലിറ്റി പറഞ്ഞില്ലേ, എന്താണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ഒരു റിസീവ് ഉണ്ടാവണമെങ്കിൽ ഓൾറെഡി ഒരു സെൻഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു എയിൽ നിന്ന് ബി, ഇപ്പോൾ ബി ഹാപ്പൻ ചെയ്യണമെങ്കിൽ ഓൾറെഡി എ ഹാപ്പൻ ചെയ്തുകൊണ്ടാണ്. അതാണ് കാഷ്വാലിറ്റി, മുന്നേ വരുന്ന ആൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പം അങ്ങനത്തെ ഒരു സാധനം വയലേറ്റ് ചെയ്യരുത്. സെൻഡ് ഉണ്ടായാലേ റിസീവ് ഉണ്ടാവത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഡസ് നോട്ട് വയലേറ്റ് ദ കാഷ്വാലിറ്റി. ഇനി സച്ച് സ്റ്റേറ്റ് ഈസ് കാൾഡ് കൺസിസ്റ്റൻറ്റ് ഗ്ലോബൽ സ്റ്റേറ്റ്. ഇങ്ങനത്തെ ഉള്ള സ്റ്റേറ്റിനെയാണ് നമ്മൾ കൺസിസ്റ്റൻറ്റ് ഗ്ലോബൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ ഗ്ലോബൽ സ്റ്റേറ്റ് ഷുഡ് പോസസ് ദ ലോക്കൽ സ്റ്റേറ്റ് ഓഫ് പ്രോസസ്സസ്. ഗ്ലോബൽ സ്റ്റേറ്റിലെന്ന് പറയുമ്പം എല്ലാ പ്രോസസ്സിൻ്റെയും ലോക്കൽ സ്റ്റേറ്റ് വരും. ദ സ്റ്റേറ്റ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓൾറെഡി പറഞ്ഞതാണ്, കമ്മ്യൂണിക്കേഷൻ ചാനലിൻ്റെ സ്റ്റേറ്റ് വരും. ദ മെസ്സേജ് ബൈ ദ പ്രൊസസ്സർ സെൻഡ് ചെയ്ത മെസ്സേജും വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പിക്ക്. സിമ്പിളാണ്, കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ളത് ഒന്നുമില്ല. ഈ രണ്ട് എക്സ്പ്രഷൻ ഒന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കി എടുക്കുന്നത്. കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ എന്താ കാര്യമെന്നൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ കാര്യം പിടികിട്ടും. ഞാൻ ഇപ്പോൾ എല്ലാത്തിൻ്റെ മീനിങ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് വീഡിയോ പോസ് ചെയ്ത് ഒരു നോട്ട്ബുക്കിൽ എഴുതി നോക്കണം. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.